നമസ്കാരം. യോധ സിനിമയിൽ ഒരു സീനുണ്ട്. അതായത് ഗുസ്തിയെല്ലാം കഴിഞ്ഞ് അവിടെ തോറ്റ് തുന്നമ്പാടി കയറി വരുന്ന സമയത്ത് ദേ വന്നിരിക്കുന്നു നിന്റെ മോൻ എന്ന് പറയുന്ന ഒടുവിലുണ്ണികൃഷ്ണൻ്റെയും ആ കയറി വരുന്ന ജഗതിയുടെയൊക്കെ ഒരു എക്സ്പ്രഷൻ മറക്കാൻ ഒരിക്കലും മലയാളിക്ക് കഴിയില്ല. അതേ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് വടക്ക് നിന്ന് ഒരാൾ നേരെ തെക്കിട്ടേക്ക് വന്നിട്ടുണ്ട്. അതായത് മഹാരാഷ്ട്രയിൽ നിന്ന് തോറ്റമ്പി നാശമായി 60 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിയെ തള്ളി 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 16 സീറ്റ് എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഫിഗറിലേക്ക് എത്തിച്ച ഒരാൾ മറ്റാരുമല്ല, രമേശ് ചെന്നിത്തല. നമ്മൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കണം, എന്തിനാണ് ഈ ദേശീയ നേതൃത്വം അല്ലെങ്കിൽ ദേശീയ നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയെ ഓരോ സംസ്ഥാനത്തെയും സ്വർണ്ണത്താലത്തിൽ വെച്ച് BJPയുടെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ കുറെ ദേശീയ പ്രവർത്തക സമിതി യോഗങ്ങൾ അല്ലെങ്കിൽ അതിലെ അംഗങ്ങളെ വെച്ചിരിക്കുന്നത്? പ്രവർത്തക സമിതി അംഗമാണ്. കഴിഞ്ഞ 10 മാസക്കാലമായിട്ട് ഈ രമേശ് ചെന്നിത്തല മഹാരാഷ്ട്രയിൽ തമ്പടിച്ച് കിടന്നുകൊണ്ട് അവിടെ മഹാരാഷ്ട്രയിൽ ഇപ്പം ഞങ്ങൾ അവിടെ മഹാവികാസ് അഘാടി സഖ്യത്തെ വിജയിപ്പിക്കുമെന്ന് 100ൽ 10,000 തവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. എന്നിട്ടിപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ അത്യാവശ്യം ഇത്തവണ ഭരണം പിടിക്കും എന്നുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്, കർഷകരുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായിരുന്നു, തൊഴിലില്ലായ്മ വലിയ വിഷയമായി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഈ ശിവജിയുടെ പ്രതിമ തകർന്നു വീണതുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ നിരവധി നിൽക്കുന്നുണ്ട്. അപ്പോൾ അഴിമതിയും സ്വജനപക്ഷപാതിത്വവും പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും എന്ന് വേണ്ട സകലമാന പ്രശ്നങ്ങളും കൊടികുത്തി വാഴുന്ന കർഷകരുടെ ആത്മഹത്യ വരെ നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് പോയി നിന്നിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിയാത്ത തിരിച്ചു വന്ന തോറ്റമ്പി വന്ന രമേശ് ചെന്നിത്തലയെ എങ്ങനെ സ്വീകരിക്കണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം. അപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ സംഭവിച്ച നമുക്കറിയാം, ഇങ്ങനെയുള്ള കുറേ അധികം ആളുകൾ കടന്ന് ചരട് വലിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി ഇത്രത്തോളം താഴെ പോയത്. ഹരിയാനയിൽ ഉണ്ടായ സംഭവം നമുക്കറിയാം. ഹരിയാനയിൽ ഇങ്ങനെ കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും ഹരിയാനയിൽ മികച്ച രീതിയിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു, ഹരിയാനയിൽ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇവിടുത്തെ മുന്നണിയിലുള്ള ഘടകകക്ഷികളെയെല്ലാം ഞങ്ങൾ ഒന്നിപ്പിച്ച് നിർത്തും, ശക്തരാക്കും, എന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള സമവായ ചർച്ചകൾ നടത്തും. അവിടെ ജയിച്ചിട്ട് വേണ്ടേ മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുക? അല്ലേ? ഇവിടെ ശക്തരായ കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു. ശിവസേന ഉണ്ടായിരുന്നു, NCP ഉണ്ടായിരുന്നു, കോൺഗ്രസ് പാർട്ടി ഉണ്ടായിരുന്നു. അല്ലെ? ഇതിൽ കോൺഗ്രസ് പാർട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നതാണ് ഏറ്റവും ദാരുണമായ അവസ്ഥ. 16 സീറ്റിലേക്ക് കൂപ്പുകുത്തി പോവുക എന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കൂ, ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് പറയണം, ഇത് അവിടുത്തെ പൊതുജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്. പൊതുജനം അംഗീകരിക്കില്ല, അത്രേ, അവിടുത്തെ വോട്ടർമാർ അംഗീകരിക്കില്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം. എൻ്റെ പൊന്ന് ചെന്നിത്തല ജി, നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്, അവിടുത്തെ ജനങ്ങളാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തത് കൊണ്ടാണ് മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യത്തിന് ഇത്രയും വലിയൊരു വിജയം ഉണ്ടായത്. ഒരു പ്രതിപക്ഷത്തിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത തരത്തിൽ മഹാവികാസ് അഘാടി സഖ്യത്തെ തകർത്ത് തൂത്തെറിഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നിങ്ങളെ പോലുള്ള ചിലരുടെ ചില കളികളാണ്. കേരളത്തിൽ ഇത് തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ ഈ പറയുന്ന കുറേയധികം ആൾക്കാർ ചേർന്നുകൊണ്ട് നടത്തുന്ന ഉപജാപക സംഘം എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു. ഇവരെല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന പരിപാടി കാരണം അവിടെയും ഇവിടെ എല്ലാം തോറ്റുകൊണ്ടിരിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച അവിടുത്തെ SDPIക്കാരുടെ വോട്ട് സഹിതം, അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സഹിതം അങ്ങോട്ട് മേടിച്ച് പെട്ടിക്കകത്ത് കയറ്റി വെച്ചുകൊണ്ടാണ്, അല്ലേ? അപ്പം ഇങ്ങനെ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അങ്ങ് വിജയിച്ചു കയറും? പരാജയം അവിശ്വസനീയമായി പോയി. അയ്യോ, ഭയങ്കര അവിശ്വസനീയമാണ്. രമേശ് ചെന്നിത്തലാജി, നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ എല്ലാവരും ഒരുമിപ്പിച്ച് നിർത്തും, എന്നിട്ട് ഞങ്ങൾ പരമാവധി വോട്ട് പിടിക്കും, എന്നിട്ട് മഹാവികാസ് അഘാടി സഖ്യത്തെ ഞങ്ങൾ അങ്ങ് തലയിൽ കയറ്റി വെച്ച് അവിടുത്തെ ഭരണം പിടിച്ചേൽപ്പിക്കും, എന്നിട്ട് അവിടെ മുഖ്യമന്ത്രി ചർച്ചയിൽ ഞങ്ങൾ സമവായം ഉണ്ടാക്കും. എന്തുണ്ടായി? പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാനുണ്ടെങ്കിലും ആൾക്കാരുണ്ടോ അവിടെ? ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചത് നിങ്ങളൊക്കെ തന്നെയാണ്. ഒരു KC വേണുഗോപാലുണ്ട്, എന്താണ് പ്രയോജനം? രാജസ്ഥാൻ, ഇവിടെ ആലപ്പുഴയിൽ മത്സരിച്ച് രാജസ്ഥാനിലേക്ക് ഒരു സീറ്റ് BJPക്ക് കൊടുത്ത ഒരാളല്ലേ KC വേണുഗോപാൽ. ആലപ്പുഴ മത്സരിച്ച് ജയിച്ചു, രാജസ്ഥാനിൽ നിന്നുള്ള MP സ്ഥാനം രാജിവെച്ചു, ഇവിടെ നിന്ന് ലോക്സഭാ MP ആയി മാറുന്നു. ആ രാജ്യസഭ MP സ്ഥാനം BJPക്കാർ കൊണ്ടുപോവുകയും ചെയ്തു. ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ ദീർഘവീക്ഷണമില്ലായ്മ എന്നൊക്കെ പറയാൻ പറ്റുന്ന കാര്യം. എന്നിട്ട് എന്നും കൊന്നും പഴി കേൾക്കാൻ ഇപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇത്തവണ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിപ്പോയി, രാഹുൽ ഗാന്ധി. അപ്പോൾ അതുകൊണ്ട് എന്നും അദ്ദേഹം ചീത്തവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ്.
ഈ പറയുന്ന പരാജയം ഇപ്പോൾ ഇവിടെ വയനാട്ടിലേക്ക് സത്യത്തിൽ നിങ്ങളെ കൊണ്ടുവന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ രമേശ് ചെന്നിത്തലയെ വയനാട്ടിനെ തെരഞ്ഞെടുപ്പ് മുതൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പ്രിയങ്ക ഗാന്ധി 8 നില പൊട്ടിയേനെ. അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി മഹാരാഷ്ട്ര മത്സരിച്ചിരുന്നെങ്കിൽ എവിടെയെങ്കിലും അവിടെയും പൊട്ടിപ്പോയേനെ. കാര്യം പ്രവർത്തിക്കുന്നത് നിങ്ങളാണ്, രമേശ് ചെന്നിത്തലയെ പോലുള്ള ആൾക്കാരാണ് പ്രവർത്തിക്കുന്നത്. കെ.സി. വേണുഗോപാൽ ഇവിടെ എന്ത് മലമറിച്ചിട്ടാണ് കെ.സി. വേണുഗോപാലിനെ AICCയുടെ സ്ഥാനം കൊടുത്ത് നിർത്തിയിരിക്കുന്നത്? ഒന്നും ചെയ്യുന്നില്ല. കൃത്യമായൊരു സ്ഥാനാർത്ഥി നിർണയം പോലും നടത്താൻ കഴിയാത്ത ദുരവസ്ഥയാണ് ഉള്ളത്. അത് നമ്മൾ ചേലക്കരയിൽ കണ്ടതാണ്. ചേലക്കരയിൽ നല്ലൊരു സ്ഥാനാർത്ഥി നിർത്താൻ പോലും കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് കഴിഞ്ഞില്ല. എന്നിട്ടിപ്പോൾ ചാണ്ടി ഉമ്മൻ പോയി മഹാരാഷ്ട്ര കാണാൻ. മഹാരാഷ്ട്രയിൽ പോയി എന്നിട്ട് ചാണ്ടി ഉമ്മൻ ആ സമയത്തൊരു പണി ചെയ്തു. അവിടെ പോയി നിന്ന് CPM-ന്റെ സ്ഥാനാർത്ഥിയുടെ ഒപ്പം നിന്നിട്ട് അവർക്കൊപ്പം നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. കിട്ടുന്നെങ്കിൽ പണി ഇവിടെ പാലക്കാട്ട് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്, അല്ലേ? കിട്ടുന്ന പണി അങ്ങ് പാലക്കാട്ട് കിട്ടിക്കോട്ടെ. ആർക്ക്? രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിക്കോട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിന് പുതുപ്പള്ളി പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയുടെ അടുത്ത് പോലും എത്തിക്കാത്ത ഒരാളാണ്, അദ്ദേഹത്തിനോടൊപ്പം പോകാത്ത ഒരാളാണ് ചാണ്ടി ഉമ്മൻ. എന്നിട്ടാണ് അവിടെ പോയിട്ട് മഹാരാഷ്ട്രയിൽ പോയി CPM-കാരുടെ കൂടെ നിന്നുകൊണ്ട് പടം എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തത്. ഒരുപാട് ക്യാമ്പയിനുകളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. പക്ഷെ അതൊന്നും പ്രയോജനം ചെയ്തില്ല, അതൊന്നും ഗുണപ്പെട്ടില്ല എന്ന് പറയുന്നതാണ് ശരി. അതൊന്നും ഗുണപ്പെടാതെ പോയി. അങ്ങനെ രമേശ് ചെന്നിത്തല ഇവിടെ വരികയാണ്. അപ്പോൾ ഇത് പൊതുജനങ്ങളുടെ വികാരമല്ല. പിന്നെയോ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായി. ശരിയാണ്, ശക്തി കേന്ദ്രം വിദർഭ മേഖലയിൽ പൊളിഞ്ഞടുങ്ങി. ഇതിനൊക്കെ കാരണം സംഘടനാ ദൗർബല്യം തന്നെയാണ് എന്ന് എന്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല? ഇനി രമേശ് ചെന്നിത്തലയല്ല, കെ.സി. വേണുഗോപാൽ അല്ല, സാക്ഷാൽ രാഹുൽ ഗാന്ധി ഇറങ്ങിയാൽ പോലും കോൺഗ്രസിന് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകാൻ പോകുന്നില്ല. ഈ രീതിയിലുള്ള നേതാക്കളാണ്, അല്ലെങ്കിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലുള്ള നേതാക്കളാണ് ഇതിനകത്തുള്ളതെങ്കിൽ ഒരു കാരണവശാൽ ഇവിടെ BJP ഇപ്പോൾ തറ പറ്റിച്ച് ഞങ്ങളിവിടെ അധികാരത്തിൽ കയറും എന്നുള്ളൊരു മോഹനസുന്ദര വാഗ്ദാനം വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്തെങ്കിലും നടപ്പിലാവുന്നുണ്ടോ? ഒരിക്കലുമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പി നാശമായി പോയൊരു പാർട്ടിയായിരുന്നു അവിടുത്തെ മഹായുതി. എന്നിട്ട് ഇത്തവണ തോറ്റ് ഉള്ള ആത്മവിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ട് നിൽക്കുന്ന മഹായുതിയെ പിടിച്ച് മഹാരാഷ്ട്ര എടുത്ത് സ്വർണ്ണത്താലത്തിൽ വെച്ച് കയ്യിൽ കൊടുത്തു. ഇതാണ് രമേശ് ചെന്നിത്തല ചെയ്ത ഒരു നല്ല കാര്യം. ഇതൊക്കെയാണ് രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കൾ ഇനിയും കേരളത്തിൽ വന്നിട്ട് ഓരോ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലും ഇടപെടുമ്പോൾ കോൺഗ്രസിനുണ്ടാകാൻ പോകുന്നൊരു അപജയം അതായിരിക്കും. ഇനി ഇവിടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന മറിച്ചൊന്നും ആയിരിക്കില്ല. ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്തവരാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ വിയർക്കേണ്ടി വരും എന്ന് തന്നെയാണ് പറയാനുള്ളത്.